ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഗ്രാമ്പി LP സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സ്കൂളും പരിസരങ്ങളും ശുചീകരിച്ചു. അധ്യാപകരും PTA അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് അനസൂയയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശുചീകരണ പ്രവർത്തന ഉദ്ഘാടനം 15ാം വാർഡ് മെമ്പർ ദേവി ഈശ്വരൻ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ M. സുരേഷ്, പൊതുപ്രവർത്തകനായ അജു, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് സന്തോഷ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ് നേതൃത്വം നൽകി. സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സ്കൂൾ PTA അംഗങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡ് ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരവും ടാക്സി സ്റ്റാൻഡും ശുചീകരിച്ചു. ഇതുകൂടാതെ വണ്ടിപ്പെരിയാറിലെ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.